ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്ന വീഡിയോ നമ്മൾ സ്വിച്ച് ബോർഡ് തേപ്പിന് മുന്നേ ഉറപ്പിക്കുന്ന സമയത്ത് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് ഇതിന് മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് അവസാനത്തെ സ്റ്റേജ് വരുന്ന സമയത്ത് എന്തെല്ലാം കാര്യങ്ങളാണ് ഒരു ഫാൾട്ട് വരുന്നത്, അപ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ പ്ലാസ്റ്റിങ്ങിൽ ശ്രദ്ധിക്കണം എന്നുള്ള ഫുൾ ഡീറ്റെയിൽ വീഡിയോ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. നിങ്ങൾ കാണുന്ന പോലെ തന്നെ നമ്മൾ 8 മോഡുകളുടെ ബോക്സാണ്, പല ടൈപ്പ് ബോഡികളുടെ ബോക്സുകൾ വരുന്നുണ്ട്. ഈ ബോക്സുകളെല്ലാം നമ്മൾ ഉറപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം അതിൻ്റെ കോർണർ ഉണ്ടോ, ഇത് കറക്റ്റ് അല്ല ഉറപ്പിച്ചിരിക്കുന്നത്. നിങ്ങൾ നോക്കി അറിയാൻ പറ്റും കേട്ടോ. അതായത് ആ സ്വിച്ചിൻ്റെ കറക്റ്റ് സ്വിച്ച് ബോർഡിൻ്റെ ആ ഏരിയയിലൊക്കെ കറക്റ്റായിട്ട് തേപ്പും കാര്യങ്ങളും വന്നിട്ടില്ല. അപ്പോൾ എന്ത് സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ സ്വിച്ച് കാര്യങ്ങളെല്ലാം പ്ലേറ്റ് കാര്യങ്ങൾ ഇട്ട് കഴിയുന്ന സമയത്ത് ഈ പറയുന്ന വൃത്തികേട്, സൈഡിലെ വൃത്തികേട്, എല്ലാ ഫിനിഷിങ് സ്റ്റേജ് കഴിയുന്ന സമയത്ത് പെയിൻറ്റിങ് അടക്കം നമുക്കത് ഫീൽ ചെയ്യും. പിന്നീട് ഇത് കണ്ടോ, ഇതാണ് അതിൻ്റെ കറക്റ്റ് വേ എന്ന് പറയുന്നത്. നിങ്ങൾ ജസ്റ്റ് നോക്കി അറിയാൻ പറ്റും. ഒരു ബോക്സ് എങ്ങനെയാണോ ആ ബോക്സിന് കറക്റ്റ് ചെയ്തിട്ട്, അത് ഏറ്റവും അവസാനം പറയുകയാണെങ്കിൽ കറക്റ്റ് ലെവൽ ചെയ്തിട്ട് നമ്മളിപ്പോൾ സാധാരണ ബീഡിങ്ങുകളൊക്കെ പിടിപ്പിക്കുന്ന പോലെ ബോക്സിൻ്റെ സൈഡ് കറക്റ്റായിട്ട് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ വരുന്ന ബോക്സിൻ്റെ, അതായത് ബോക്സിൻ്റെ മെറ്റൽ ബോക്സിൽ വരുന്ന ഷീറ്റ് കാര്യങ്ങളെല്ലാം കൂടി വന്നാൽ ഇതിൽ നിന്ന് ഒരു 2 mm ഒക്കെ പുറത്തേക്ക് തള്ളിച്ചേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് കറക്റ്റായിട്ട് കിട്ടുന്ന രീതിയിലാണ് ഇപ്പോൾ വരുന്ന ബോക്സുകൾ, മോഡുലാർ ടൈപ്പ് ബോക്സുകളുടെ ഷീറ്റുകളൊക്കെ വരുന്നത്. ലെഗ്രാൻഡൊക്കെ പ്രത്യേകിച്ച്, ലെഗ്രാൻഡൊക്കെ എല്ലാ കമ്പനിയും വരുന്ന ലെഗ്രാൻഡിൻ്റെ കറക്റ്റായിരിക്കും വരുന്നത്. 1 mm പോലും ചെറുതായിട്ട് പുറത്തേക്ക് ഇല്ലാത്ത അവസ്ഥയിലാണ് വരുന്നത്. അങ്ങനെ വരുമ്പോൾ ഈ ബോക്സ് കറക്റ്റായിട്ട് തേച്ച് കാര്യങ്ങൾ ക്ലിയർ ചെയ്തിട്ടില്ലെങ്കിൽ ആ ഷീറ്റ് ഭിത്തിയുടെ അകത്തേക്ക് കയറിപ്പോവും. അകത്തേക്ക് കയറിപ്പോയി കഴിഞ്ഞാൽ എക്സ്ട്രാ വരുന്ന ഷീറ്റ് ഇടാൻ പറ്റില്ല, അതിൻ്റെ ലോക്ക് കാര്യങ്ങൾ കറക്റ്റ് വീഴില്ല. പിന്നെ അത് മാത്രമല്ല, നമ്മൾ അങ്ങനെ ചെയ്തു തന്നെ എന്ന് വിചാരിക്കുക, അതായത് ഉള്ളിലേക്ക് കയറ്റി വെച്ചതിന് ശേഷം ബോക്സ് കാര്യങ്ങളൊക്കെ ചെയ്തു, ഷീറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തു എന്ന് വിചാരിക്കുക. പിന്നെ നമ്മൾ എന്തെങ്കിലും ഗ്യാപ്പ് കാര്യങ്ങൾ ഉണ്ടാവുന്ന സമയത്ത് അവിടെ പുട്ടി കാര്യങ്ങൾ, അതായത് പെയിൻറ്റിങ് സമയത്ത് പുട്ടിയിട്ട് അതിൻ്റെ ഹോള് കറക്റ്റ് ചെയ്ത് ക്ലിയർ ചെയ്തു എന്ന് വിചാരിക്കുക. അപ്പോൾ പെയിൻറ്റിങ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഫിനിഷിങ് കഴിഞ്ഞു. ഇനി ഏതെങ്കിലും ഒരു അവസ്ഥയിൽ നമുക്ക് സ്വിച്ചോ അതിൽ കൊടുത്തിരിക്കുന്ന പ്ലഗോ റെഗുലേറ്റർ എന്തെങ്കിലും കംപ്ലയിൻ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ ഈ ബോക്സ് അഴിക്കുന്ന സമയത്ത് ആ പുട്ടി അടക്കമായിരിക്കും പൊളിഞ്ഞ് പുറത്തേക്ക് വരുന്നത്. പിന്നീട് നമ്മൾ ആ സ്വിച്ച് മാറ്റിയതിന് ശേഷം അതിൻ്റെ അകത്തേക്ക് പിടിപ്പിക്കുന്ന സമയത്ത് എങ്ങനെയാണോ ആ ഹോൾ ഉണ്ടാകുന്നത് അതേ രീതിയിൽ തന്നെ വൃത്തികേടായിട്ട് രീതിയിൽ ആ ഹോൾ ഫീൽ ചെയ്യും. അപ്പോൾ അത്രയും നമ്മൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഈ കാര്യങ്ങൾ തേപ്പിൻ്റെ സമയത്ത് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ഏറ്റവും അവസാനം ഫിനിഷിംഗ് സ്റ്റേജിലായിരിക്കും ഈ സ്വിച്ച് ബോർഡ് കാര്യങ്ങളൊക്കെ പിടിപ്പിക്കുന്നത്. അപ്പോഴായിരിക്കും നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് വരുന്നത്. അതുമാത്രമല്ല, ഇന്നത്തെ രീതി നോക്കി കഴിഞ്ഞാൽ തന്നെ നമ്മുടെ വീടുകളിൽ പല ചുമരുകളും പല കളറുകളാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടായാൽ തന്നെ ആ കളർ തന്നെ വീണ്ടും നമ്മൾ വാങ്ങിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഒരുപാട് നഷ്ടം കാര്യങ്ങൾ വരും. അപ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ സമയത്ത് ഈ കാര്യങ്ങൾ വളരെ കറക്റ്റായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിൽ ഒന്നാണ് സ്വിച്ച് ബോർഡ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എല്ലാ ഫിനിഷിങ് കഴിഞ്ഞ് കഴിയുമ്പോൾ സ്വിച്ച് ബോർഡായിരിക്കും പെട്ടെന്ന് പ്രൊജക്റ്റ് ചെയ്തെടുത്ത് കാണിക്കുക. അപ്പോൾ ഈ സ്വിച്ച് ബോർഡുകൾ കാര്യങ്ങൾ ഇതുപോലെ വൃത്തികേടായിട്ട് സൈഡ് വൃത്തികേടായിട്ട് ഇരിക്കും, ഒരു ഹോള് കാര്യങ്ങളൊക്കെ ആയിരിക്കും, ഭിത്തിയോട് ചേരില്ല, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. ഈ സ്വിച്ച് ബോർഡ് നിങ്ങൾ നോക്കി അറിയാൻ പറ്റും. ഇത് ഉള്ളിൽ വെച്ചിരിക്കുന്ന മെറ്റൽ ബോക്സ് കുറച്ച് അകത്തേക്ക് പോയിരുന്നാൽ കൂടിയും അവർ കറക്റ്റായിട്ട് ലെവൽ ചെയ്തിരിക്കുന്നതുണ്ടോ. നമ്മൾ സാധാരണ ബീഡിങ് ചെയ്യുന്ന പോലെ തന്നെ ഒരു ലെവൽ വെച്ചതിന് ശേഷം കറക്റ്റ് ചെയ്ത് ചാന്ത് വെച്ച് വലിച്ച് ക്ലിയർ ചെയ്ത് സ്ക്വയർ ടൈപ്പ് തന്നെയായിട്ട് ചെയ്തിരിക്കുന്നത്. ഇത് പക്കയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇതുപോലെ ചെയ്യണം. ഇതുപോലെ ചെയ്താൽ മാത്രമേ നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ ഫിനിഷിങ്ങിന് കറക്റ്റ് ലെവലിൽ നമുക്ക് സ്വിച്ച് ബോർഡ് കാര്യങ്ങളൊക്കെ കൊടുക്കാൻ സാധിക്കുള്ളൂ. പണ്ടത്തെ ഹൈലം ഷീറ്റ് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഒരുപാട് പ്രൊജക്ഷൻസ് പുറത്തേക്ക് ഉണ്ടാവും. പക്ഷേ ഇപ്പോൾ വരുന്ന മോഡുലാർ ബോക്സുകൾ അതിൻ്റെ ഷീറ്റുകളും കാര്യങ്ങളെല്ലാം തന്നെ കറക്റ്റായ മെഷർമെൻറ്റാണ് വരുന്നത്. മോഡുലാർ എന്ന് ഉദ്ദേശിക്കുന്ന ഒരു മോഡുലറിൻ്റെ ഒരു സ്വിച്ചിനെയാണ് ഒരു മോഡ്യൂൾ എന്ന് പറയുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊരു ഐഡിയ, അതായത് തേപ്പ് സമയത്ത് നമുക്ക് എങ്ങനെയാണ് സ്വിച്ച് ബോർഡിൻ്റെ സൈഡുകൾ ക്ലിയർ ചെയ്യേണ്ടത് എങ്ങനെയാണ് നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു. ഇത് വലിയൊരു ഇമ്പോർട്ടൻസ് കാര്യമാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫിനിഷിങ് വരുമ്പോഴാണ് അതിൻ്റെ വൃത്തികേട് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരും. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ലൈക്ക് ചെയ്തു, തീർച്ചയായിട്ടും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യുക, തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഉപകാരപ്പെടുന്ന ആളുകളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത്. എനിക്ക് തോന്നുന്നു കൂടുതൽ ആളുകളും കാണുന്ന ആളുകളെല്ലാം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണണേ. സബ്സ്ക്രൈബ് ചെയ്യുക, എന്നാൽ പോലെ നമ്മളെപ്പോലുള്ള ആളുകൾക്ക് ഒരു മോട്ടിവേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് കൂടി ചെയ്യുക, ലൈക്കും കൂടി ചെയ്തേക്കുക ഫ്രണ്ട്സ്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.